അമ്മേ പരിസരം മറന്നൊരു ആലോചന? ഞാൻ വിക്രമിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. സമ്പത്തും സ്വാധീനമുള്ള വിക്രം മുമ്പ് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രൂരനായിരുന്നു. വർഷയുടെ ബെസ്റ്റിയായിരുന്നു ശ്യാം. അതിന്റെ പേരില് അയാൾക്ക് ശ്യാമിനോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ വർഷ ഇല്ലാതായപ്പോ അയാൾ ആശ്വാസം തേടി വന്നത് ശത്രുവായ ശ്യാമിന്റെ മുന്നിലും. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. അതെ, പണം കൊണ്ട് എന്തും കീഴടക്കാമെന്ന അയാളുടെ അഹന്തയ്ക്ക് ദൈവം കൊടുത്ത തിരിച്ചടി. വിക്രമിനോട് സഹതാപം എനിക്കിപ്പോ തോന്നുന്നേ. മോളെ ആരെയും നോക്കുന്നേ? അത് പിന്നെ അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ഛനെയല്ല, അച്ഛന്റെ മകനെയാണ് നോക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ പ്രായം കഴിഞ്ഞല്ലേ മോളെ ഞാനും ഇവിടെ വരെ എത്തിയത്. അപ്പോ എന്നെപ്പോലെ വിവാഹത്തിന് മുൻപ് അമ്മയും അച്ഛനെ കാണാൻ വരുമായിരുന്നോ? ബെസ്റ്റ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നതിനിടയ്ക്കാ മകളും കൂടി മരണപ്പെട്ട വാർത്ത അറിയുന്നത്. ജീവിച്ചിരിക്കെ മരണപ്പെട്ട ദുഃഖം അടിച്ചേൽപ്പിച്ച ഒരു മഹാപാപിയാ ഞാൻ. ഒരു വിധത്തിൽ ചിന്തിച്ച അവരുടെ വേദനയിൽ സംതൃപ്തി അടയുന്ന ഒരു സാഡിസ്റ്റ് അല്ലേ ഞാൻ. എന്താമോ ഇത്? ഇങ്ങനെ പരിസരം മറന്ന് തപസ്സിരുന്ന കറികളൊക്കെ കരിഞ്ഞു നാശാവില്ലേ? ഈ വീട് തന്നെ കത്തിപ്പോയാലും അറിയാത്ത അവസ്ഥയാണല്ലോ. എന്താ ഇത്ര ആലോചിക്കാൻ? മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിലേ വേലക്കാരിയുടെ ഷേപ്പ് മാറിയനെ. പരിസരം മറന്ന് ചിന്തിച്ചിരിക്കാനാണോ ശമ്പളം തരുന്നേ? ക്ഷമിക്കണം മാഡം, മേലിൽ ആവർത്തിക്കില്ല. മറുപടിയില്ലേ? ഇങ്ങനെ മൗനം കൊണ്ട് മറികടക്കാൻ അഭാവമെങ്കിൽ വേലക്കാരിക്ക് വേറെ പണി നോക്കേണ്ടി വരും. ഹലോ, അതിനു മുമ്പ് കണ്ണീരും വന്നു കഴിഞ്ഞോ? പേടിക്കണ്ട, ഒരു കർക്കശക്കാരിയായ യജമാനത്തിയുടെ വേഷം ഞാനൊന്ന് അഭിനയിച്ചു നോക്കിയതാ. ഒരിക്കൽ നിന്നെ കളിയാക്കി തല്ല് വാങ്ങിത്തരാൻ ശ്രമിച്ചവളാ ഞാൻ. നിരപരാധിയാണെന്ന് മനസ്സിലായപ്പോ എനിക്ക് നിന്നോട് തോന്നിയ കുറ്റബോധവും സഹതാപവും ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. നിന്നെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല അമ്മു. നന്ദിയുണ്ട് മാഡം. എന്റെ ചില സങ്കടങ്ങൾ ആലോചിച്ചിരുന്നു സമയം പോയത് അറിഞ്ഞില്ല. അതെന്റെ തെറ്റാ.
എന്ന് ഞാൻ പറയുന്നില്ല. വേലക്കാരി ആയാലും മുതലാളി ആയാലും പെണ്ണായി പിറന്നവളാണോ ദുഃഖങ്ങളും കൂടെ ഉണ്ടാവുക സ്വാഭാവിക. അതോർത്തിരുന്ന് കണ്ണീരൊഴുക്കി ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് തെറ്റല്ല അമ്മു. നീ ഇനി ആവശ്യം പോലെ ചിന്തിച്ചോ, കണ്ണീരൊഴുക്കിക്കോ, ഒരു പ്രശ്നവും ഇല്ല. എനിക്കുണ്ടൊരു സ്വകാര്യ ദുഃഖം. ഞാൻ ഒരാളുമായി വളരെ ഇഷ്ടത്തിലായിരുന്നു. അയാൾക്കും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അയാൾ എന്നോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അയാൾക്ക് എന്നോട് താല്പര്യം തോന്നണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ? അതിപ്പോ ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ലല്ലോ മാഡം. കൂടുതലൊന്നും തൽക്കാലം അറിയണ്ട. നീ പ്രാർത്ഥിക്കുമ്പോ ദേവിക ഇഷ്ടപ്പെടുന്ന ആള് ദേവികയെ മറക്കരുതേന്ന് മാത്രം പ്രാർത്ഥിച്ചാ മതി. എന്താ? പ്രാർത്ഥിക്കാം. നീ ദൈവികത ഉള്ളവളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടാവും. നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ചായ കുടിച്ചിട്ട് പോവാം മാഡം. ഇപ്പൊ വേണ്ട. ഇവിടെ നിന്റെ ജോലികളൊക്കെ പെൻഡിങ്ങിലല്ലേ. ആദ്യം അത് നടക്കട്ടെ. ഞാൻ ശ്യാമിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ശരി മാഡം.